ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എങ്ങനെയാണ് സാരി ഉടുക്കുന്നതെന്ന് കാണിച്ചു തരാനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. പിന്നെ ഞാൻ ആദ്യം തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല സാരി ഉടുക്കുന്നത്. ഞാൻ ഉടുക്കുന്ന രീതിയാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. എളുപ്പത്തിൽ ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ഒരു സാരി ഉടുപ്പാണ് കേട്ടോ. ഇതാദ്യം തന്നെ അതിൻ്റെ തുമ്പ് അങ്ങോട്ട് കുത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കറക്കി എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക, മുന്താണി ഉണ്ടല്ലോ, മുന്താണി പിടിച്ചെടുക്കുക കേട്ടോ. മുന്താണി ഇങ്ങനെ എടുത്തിട്ട് അത് ഫുള്ള് ഇങ്ങനെ 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 ചുരുക്കി എടുക്കണം. എടുത്തിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഒന്നും കൂടി ആ മുന്താണീനെ കറക്കി ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതാ ഞാൻ ഈ പിടിച്ചേക്കുന്ന ഭാഗം ഇങ്ങനെ പിടിച്ചിരിക്കണം. ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ തോളിൽ മുന്താണി കുത്തുന്ന ഭാഗത്തോട്ട് ഇട്ടിട്ട് അതിന് എത്ര ഇറക്കം വേണം എന്ന് ആദ്യം ഞാനൊന്ന് നോക്കും. അപ്പം കറക്റ്റ് ഇറക്കത്തിൽ പിടിച്ചെടുത്തിട്ട് ഇപ്പുറത്തൂന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എനിക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് വാക്കുകൾ കിട്ടത്തില്ല കേട്ടോ, ഏതൊക്കെ ഭാഗമാണ് പിടിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പോൾ ദാ ഇതുപോലെ കൊട പോലെ നമുക്ക് കിട്ടും, രണ്ട് സൈഡും കൂടെ പിടിച്ചെടുക്കുമ്പോഴും. അങ്ങനെ മുന്താണി കറക്റ്റ് ലെങ്ത് എത്ര വേണമെന്ന് വെച്ചാൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കൊട പോലുള്ള ഭാഗത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ ഇതാ ഇങ്ങനെ ഞൊറം എടുക്കണം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഞൊറം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സാരി ഉടുപ്പിക്കൽ ഒരു എക്സ്പേർട്ടൊന്നുമല്ല. ഞാനൊരു തട്ടിക്കൂട്ട് സാരി ഉടുക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് എങ്ങനെ തീർക്കാം, ഈ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് എങ്ങനെ തീർക്കാം എന്നുള്ളൊരു ചിന്തയിലൂടെ നടക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് അങ്ങോട്ട് വലിച്ചിട്ട് ഞാൻ ആ കൈ വെച്ചേക്കുന്നിടത്ത് വേണമെങ്കിൽ ഒരു പിന്ന് സെക്യൂർ ചെയ്ത് പിന്ന് കുത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ അവിടുന്ന് അനങ്ങൂല, അത് നല്ല ഷേപ്പിലിരിക്കുകയും ചെയ്യും. ഞാനിപ്പം തൽക്കാലം ഞാൻ അവിടോട്ട് ടക്കിൻ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇതാ കണ്ടോ, പിന്ന് കുത്തുമ്പോൾ ഇതുപോലെ ഷേപ്പാക്കി കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഞൊറു ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങോട്ട് ടക്കിൻ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഞൊറുവിൻ്റെ ഭാഗത്ത് ഇതേപോലെ നല്ല പോലെ ആ ഞൊറു പ്ലീറ്റ്സൊക്കെ ഒന്ന് നല്ല പോലെ പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരാളിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ താഴോട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ഞൊറു പിടിച്ച് ഇങ്ങനെ തേച്ച് കൈകൊണ്ട് തന്നെ തേച്ച് അങ്ങോട്ടിട്ട് അങ്ങനെ തന്നെ കിടന്നോളൂ കേട്ടോ. കാരണം നമ്മുടെ സെറ്റ് സാരി, കോട്ടൻ്റെ സെറ്റ് സാരി അല്ലേ, അതാ ഇവിടെ ആയിട്ട് ആ ഒരു ഭാഗത്ത് ഊരി പോവാതിരിക്കുക ഒരു പിന്നും കൂടെ സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഊരി താഴോട്ട് പോവുമോ എന്നുള്ള പേടി വേണ്ട. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും, അതിനെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് വെച്ച് എന്താ പറയുക, നമ്മുടെ പാവാടയുടെ അകത്തോട്ട് അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സാരി ഉടുക്കുന്നത്. എന്നെ തെറി വിളിക്കാനായിട്ട് വരരുത്, ഞാൻ ഇങ്ങനെയാണ് സാരി ഉടുക്കുന്നത്. വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉടുത്തെടുക്കുക. എന്നിട്ട് വൺ പ്ലീറ്റിൽ അങ്ങോട്ട് ഒറ്റ പ്ലീറ്റിലാണ് ഇടുന്നതെങ്കിൽ ഇങ്ങനെ ഇടാം. പിന്നെ താഴത്തെ ഞൊറുവിൻ്റെ അവിടെ ഒന്ന് പിടിച്ചിട്ടാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഇപ്പം എനിക്ക് പിടിച്ച് തരേണ്ട ആൾ കിടന്നുറങ്ങുവാണ്, അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇനി ഇവിടെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഞൊറു എടുത്ത് പ്ലീറ്റ്സ് പിടിച്ച് കുത്താട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് ഇടാനായിട്ട് പറ്റും. ഞാനിപ്പം ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലാണ് ഹുക്ക് വരുന്നത്. അപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു ടീഷർട്ട് ഇട്ടേക്കുവാണേ. ഞാൻ ഈ ഞൊറു എടുത്ത ഈ ഭാഗത്ത് ഒരു പിന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഞൊറു കറക്റ്റ് പ്ലീറ്റ്സൊക്കെ പിടിച്ച് എടുത്ത് കുത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ കോട്ടൺ സാരികളൊക്കെ ഉടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല എന്താ പറയുക, പിടിച്ചെടുത്ത് കിടന്നോളും. അതേപോലുള്ള സാരികൾ, ഈ ഒരു സാരി അങ്ങനത്തെ ഒരു സാരിയാണ് കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കിടന്നോളും. എന്നിട്ട് ഇനി പിന്നെടുത്ത്
കുത്തി കൊടുത്തു. പിന്നെ കുത്തി കൊടുക്കണം കേട്ടോ. ഞാൻ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്രയും സംഭവത്തിയപ്പോൾ ഞാൻ കറക്റ്റ് ബ്ലൗസിലോട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ ബ്ലൗസാണ്. ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിച്ചതാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കുന്നത്. നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് കേട്ടോ എടുത്തത്. ഞാൻ എക്സലാണ് എടുത്തത്. ഇത് പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു, കൈയും ഒക്കെ കുറച്ച് ടൈറ്റായിരുന്നു. അപ്പം ഞാൻ ഒന്ന് അഴിച്ച് വിട്ടിട്ട് അടിച്ചൊക്കെ എടുത്തേക്കുവാണേ. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സാരി ഉടുപ്പ് ഏകദേശമൊക്കെ പക്ക ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പം ഒരുപാട് ഇറക്കം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇച്ചിരി പൊക്കിയാണ് സാരി ഉടുത്തേക്കുന്നത്. നിങ്ങൾക്ക് താത്തുടുക്കാം കേട്ടോ. കുറച്ചും കൂടി സാരി ഉടുക്കുന്ന ഫസ്റ്റ് ആദ്യം കുത്തുമ്പോൾ കുറച്ചും കൂടെ താത്തി കറക്റ്റായിട്ട് പിടിച്ച് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു പിന്ന് കുത്തി വയ്ക്കാം, പക്ഷേ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ അകത്തോട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അതിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന തുണി ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ഭാഗം ഞാൻ ഈ പിടിച്ചേക്കുന്ന ആ ഒരു ഭാഗം ഇങ്ങോട്ട് വലിച്ചിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സാരി ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഇരിക്കും, അടിപൊളിയായിട്ട് നമുക്ക് സാരി സെറ്റായി ഉടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു പണിയും കൂടെ ചെയ്യാവുന്നതാണ്. സൈഡ് വയറൊട്ടും കാണാൻ പാടില്ല എന്നുള്ളവരാണെങ്കിൽ അകത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് അവിടോട്ട് ആ ഒരു സാരിയിലോട്ട് ചേർത്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടന്നോളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സാരി മാറിപ്പോവത്തില്ല. അപ്പോൾ ഇനി ഒന്ന് അണിഞ്ഞൊരുങ്ങാം. കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഐലൈനർ വെച്ച് കണ്ണ് ജസ്റ്റ് ഒന്ന് എഴുതണം. കണ്ണ് എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ വാട്ടർ ലൈനിൽ ഒരിക്കലും എഴുതാൻ പാടില്ല. എനിക്കത് അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ. ഞാൻ വാട്ടർ ലൈനിലായിരുന്നു എഴുതുന്നത്. നമ്മൾ എഴുതേണ്ടത് കൺപീലി, താഴത്തെ കൺപീലിയിൽ ചേർത്താണ് നമ്മൾ ഐലൈനർ എഴുതേണ്ടത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ വരമ്പ് പോലുള്ള ഭാഗമാണ് നമ്മുടെ വാട്ടർ ലൈൻ. അവിടെ ഒരിക്കലും എഴുതാൻ പാടില്ല കേട്ടോ. പിന്നെ ഐലൈനർ വെച്ചിട്ടും തന്നെ ഒരു പൊട്ട് കൊടുത്തു. പിന്നെ എൻ്റെ ഒരു പഴയ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് സിന്ദൂരവുമായിട്ടും തൊട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മൽ ജസ്റ്റ് ഒന്ന് മാറ്റും കേട്ടോ. എൻ്റെ സ്വർണ്ണക്കമ്മലാണ് ഞാൻ ഊരി വയ്ക്കുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ കമ്മൽ ഊരിയത് കേട്ടോ. ആണിയെങ്ങാണം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. എന്തോരം വിലയാണ് ഇപ്പോൾ സ്വർണ്ണത്തിന്. ഒരു തരി പോയാൽ മതിയോ ആദ്യം കയറും. അപ്പോൾ അത് സെക്യൂറായിട്ട് ഊരി വെച്ചിട്ട് എൻ്റെ ജിമുക്ക കമ്മൽ എടുത്തിട്ടു കേട്ടോ. ഈ ജിമുക്ക 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനും ഞാൻ ഈ സെയിം ജിമുക്കയായിരുന്നു ഇട്ടത്. അപ്പോൾ പിന്നെ ലിപ് ബാമാണ് കേട്ടോ. ലിപ് ബാം എടുത്തപ്പോഴേ ഇളകി ഒക്കെ പോയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നീലൂസ് എടുത്ത് പണിയുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആയിട്ടുണ്ട്. പിന്നെ ആദ്യം ലിപ് ബാം ഇട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് പിന്നീടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഫിനിഷിങ് കിട്ടാറുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. ലിപ് ബാം ഇടാതെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരുമാതിരി വരണ്ട് കിടക്കുന്ന പാടം പോലെ ഇരിക്കും എൻ്റെ ചുണ്ട്. അതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. ആദ്യം ഇത്തിരി ഇതായിട്ട് തോന്നും, പിന്നെ സെറ്റാക്കി എടുക്കുമ്പോൾ ആ ലിപ്സ്റ്റിക്ക് കറക്റ്റായിട്ട് എൻ്റെ ചുണ്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. സാരിയൊക്കെ സെറ്റാക്കി ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി മുടിയും കൂടി ഒന്ന് കെട്ടട്ടെ. സാരിയൊക്കെ ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഉടുക്കും. പക്ഷേ ഈ മുടി കെട്ടാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുടി അഴിച്ചിട്ടേക്കാണ്. എനിക്ക് മുടി കെട്ടാനായിട്ട് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മുടി കെട്ടാൻ അറിയത്തില്ല കേട്ടോ. പല സ്റ്റൈലിലൊക്കെ കെട്ടണം, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ ചെയ്യാനോ നടക്കത്തില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. സാരി ഉടുത്തതൊക്കെ എങ്ങനെയുണ്ടെന്ന്, നിങ്ങൾ ഇങ്ങനെയാണോ സാരി ഉടുക്കുന്നതെന്നും എങ്ങനെയാണ് സാരി ഉടുക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം. സുന്ദരിയായോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അഡ്വാൻസ് ഹാപ്പി ഓണം. ബൈ.